സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 6 സംസ്ഥാനങ്ങളിലായി 31 പേരാണ് മരിച്ചത്. ജൂൺ 4 വരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സിക്കിമിലെ മംഗൻ ജില്ലയിൽ റെഡ് അലർട്ടും മേഘാലയ, അസം എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. സിക്കിമിൽ മാത്രം 1500 വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലെ സ്ഥിതി എന്താണ് ബൽറാം? ഉന്മേഷ്, പ്രവിധ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പ്രധാനമായും അസമിലാണ് അതിഗുരുതരമായ സാഹചര്യമുള്ളത്. സംസ്ഥാനത്തെ 15 ജില്ലകളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. 3.5 ലക്ഷത്തിലധികം ആളുകളെയാണ് ഈ വെള്ളപ്പൊക്കം അസമിൽ ബാധിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ പ്രധാനമായും സിക്കിം അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്നാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഈ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 1500ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് സിക്കിമിൽ മാത്രം എന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്ക്. എന്നാൽ ഇവരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കുടുങ്ങിപ്പോയവരാണ് ഇവർ എന്നുമാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എല്ലാ നദികളും അപകട നിലയ്ക്ക് മുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രധാനമായും ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമായത്. കഴിഞ്ഞ 3 ദിവസമായി മഴ ഇവിടെ തുടരുകയാണ്. ജൂൺ 4 വരെ ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. 2 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് ഇന്നും തുടരുകയാണ്. അസം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് തുടരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജില്ലകൾക്ക് അനുസൃതമായി വ്യത്യസ്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. യെല്ലോ അലർട്ടും റെഡ് അലർട്ടും പല ജില്ലകളിലും ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഈ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികൾ അസം റൈഫിൾസിൻ്റെയും സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെയും നേതൃത്വത്തിൽ തുടരുകയാണ്. ഉന്മേഷ്, പ്രവിധ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.